പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ശിവനേ, Welcome to Trail and Tent by Austin. അങ്ങനെ നമ്മളൊരു രാവിലത്തെ ഒരു വോട്ടിങ്ങും ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ സൈക്കിളൊക്കെ എടുത്ത് തയ്യാറായിരിക്കെ അടുത്ത സ്ഥലത്തേക്ക് പോകാനായി. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു 150 വർഷം പഴക്കമുള്ള ഒരു പള്ളിയുണ്ട്. അതെ, ഒരു ഡച്ച് പള്ളി. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്കുള്ള ആ ഗ്രാമീണമായിട്ടുള്ള കാഴ്ചകളും വളരെ മനോഹരമായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ നമ്മളിപ്പോ പോകുന്ന പള്ളിയാണെങ്കിൽ തന്നെ 150 വർഷത്തോളം മേലെയൊക്കെ നിന്ന് പഴക്കമെന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മളൊരു ട്രാക്കിന്റെ അവിടെ വന്ന് ചെന്നിങ്ങനെ എൻഡ് ചെയ്യുകയാണ്. ഇവിടെ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വേണം അപ്പുറത്തേക്ക് എത്താനായിട്ട്. അങ്ങനെ ഒരു ട്രാക്കെല്ലാം ക്രോസ് ചെയ്ത് നമ്മൾ ആ വഴിയിൽ നിന്ന് അങ്ങനെ ക്രോസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. അപ്പൊ അങ്ങനെ ക്രോസ് ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് വരിക, എന്നിട്ട് ലെഫ്റ്റിലേക്ക് നടക്കുക. അപ്പോൾ ഇതേപോലെ ഒരു കുറ്റി കാണാം. ഈ മയിൽക്കുറ്റിയുടെ അവിടുന്ന് നേരെ അകത്തോട്ട് തന്നെ ഒരു വഴി കിടപ്പുണ്ട്. അതുവഴി അകത്തോട്ട് കയറുന്നതാണ് നമ്മൾ ആ പള്ളിയുടെ ഉള്ള വഴിയാണത്. അപ്പോൾ കുറച്ച് അങ്ങനെ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ് ആ പോകുന്ന റൂട്ടില്. പക്ഷെ പള്ളിയുടെ അങ്ങോട്ടേക്കൊന്നും അങ്ങനെ വൃത്തിയായിട്ടൊക്കെ കിടക്കുന്ന നല്ലൊരു ഭംഗിയുള്ള സ്ഥലം തന്നെയാണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. അങ്ങനെ നമ്മൾ നടന്ന് പള്ളിയുടെ ഒരു പിൻവശത്തേക്കാണ് നമ്മൾ എത്തുന്നത് കേട്ടോ. മൺട്രോത്തുരുത്തിന്റെ ചരിത്ര പൈതൃകത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന സ്മാരകം തന്നെയാണ് ഈ ഡച്ച് ചർച്ച്. 1878 ഈ പള്ളി നിർമ്മിക്കപ്പെടുന്നത്. അത് ഇന്നും ഈ അഷ്ടമുടിക്കായലിന്റെ തീരത്ത് ശാന്തമായി നിലകൊള്ളുന്നു. ചുവന്ന ഇഷ്ടികകളാൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടം ഡച്ച് ശൈലിയുടെയും കേരളത്തിന്റെ തനത് വാസ്തുശൈലിയുടെയും മനോഹരമായ ഒരു സംയോജനമാണ്. ഒരു കാലത്ത് ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രധാന ആരാധനാലയമായിരുന്നു ഈ പള്ളി. ഇന്ന് മൺട്രോ ദ്വീപിന്റെ ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന ഒരു പൈതൃക സ്മാരകമായി മാറിയിരിക്കുന്നു. ചുറ്റുമുള്ള പച്ചപ്പും കായലിന്റെ ശാന്തതയും ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക ഭംഗി തന്നെ നൽകുന്നു. മൺട്രോ തുരുത്ത് സന്ദർശിക്കുന്നവർക്ക് ചരിത്രത്തിന്റെയും പ്രകൃതിയുടെയും സൗന്ദര്യം ഒരുമിച്ച് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ ഒരു ഇടമാണ് ഈ ഡച്ച് പള്ളി. ഇപ്പൊ നമ്മൾ ഈ നടന്നു പോകുന്ന വഴി എന്ന് പറയുന്നത് പള്ളിയുടെ നേരെ മുൻവശത്ത് തന്നെ കാണുന്ന ഒരിടമാണ് കേട്ടോ. ഇവിടെ പെരുന്നാളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അതുപോലെ നല്ല കാറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ടിട്ടാവാം മേൽക്കൂരയും മറ്റൊക്കെ പോയിരിക്കുന്നത്. പെരുന്നാൾ സമയങ്ങളിലൊക്കെ ഇവിടെ ഒത്തിരി ബോട്ടുകളും അതായത് ഈ കച്ചവടക്കാരൊക്കെ ഒത്തിരി പേരൊക്കെ ഇവിടെ വരാറുണ്ട് പെരുന്നാൾ സമയങ്ങളിലൊക്കെ. അപ്പൊ അങ്ങനെ അവർക്കൊക്കെ വരാനായിട്ടുള്ള ഒരു ചെറിയൊരു ബോട്ട് കെട്ടി ഈ പള്ളിയുടെ വാതിൽക്കൽ തന്നെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടുന്നുള്ള കാഴ്ചയും വളരെ മനോഹരമാണ്. ഒരു വശത്ത് കരകളും നേരെ നോക്കിയാൽ അങ്ങ് ദൂരെ നീണ്ടു കിടക്കുന്ന അഷ്ടമുടി കായലും, അത് നല്ല കാറ്റും വീശുന്നുണ്ട് ഇവിടെ. ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചസമയം ആകാറായപ്പോഴാണ് ഇവിടെ വന്നത്. പക്ഷെ എന്നിരുന്നാലും തീരെ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. നല്ല രീതിയിലുള്ള ഒരു കാറ്റ് വരുന്നതുകൊണ്ടിട്ടാവാം ചൂടൊന്നും അങ്ങനെ അധികമായിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ കരയിലേക്ക് നല്ല രീതിയിൽ വെള്ളവും അടിച്ചിങ്ങനെ കയറുന്നുണ്ട്. ആ കാറ്റിനൊരു കടലിലെ തിരമാല പോലെ
കരയിലേക്ക് ഇങ്ങനെ വെള്ളം നോൺ സ്റ്റോപ്പായി ഇങ്ങനെ അടിച്ചടിച്ച് നിൽക്കുകയാണ്. അത് കാണാനും ഒരിത്തിരി ഭംഗിയൊക്കെ ഉള്ളൊരു കാഴ്ചയാണ്. പിന്നെ ഈ സ്ഥലമാണെങ്കിലും അത്ര ഓവർ ക്രൗഡഡ് ഒന്നുമല്ല. അങ്ങനെ അധികം ആളുകളെയൊന്നും ഞങ്ങളും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ടില്ല. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടെ ഒരു ജങ്കാർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങോട്ടേക്കാണ്. അതെ, ജങ്കാറില് ഇതിനു മുമ്പും കേറിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും അവിടെ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ആകാംക്ഷ കേറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ സൈക്കിളും എടുത്തോണ്ട് ജങ്കാറിലേക്ക് എത്തി. അങ്ങ് ദൂരെ നിന്ന് ആ ജങ്കാർ അപ്പൊ വരുന്നത് നോക്കി അങ്ങ് കാത്തു നിന്നു നമ്മുടെ. അങ്ങനെ കാത്തിരിപ്പിന് അവസാനം ജങ്കാർ ദോ നമ്മുടെ അടുത്തെത്തി. ഈ കാണുന്നത് കൊല്ലം ടൗണിലോട്ടും മറ്റുമൊക്കെ എളുപ്പമാർഗത്തിലെത്താൻ പറ്റുന്ന ഒരു പാലമാണ്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ജങ്കാറില് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. എല്ലാവർക്കും സ്ട്രെയിറ്റ് ആയി ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് ഒരു എളുപ്പമാർഗം തന്നെയായിരിക്കും. പിന്നെ ഇതിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വണ്ടിയൊക്കെ ഓടിക്കാനുള്ള ഒരു ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലോട്ട് കറക്റ്റായി ഓടിച്ചു കയറ്റാനായി സാധിക്കത്തുള്ളൂ. ആകെ ഒരു ചെറിയൊരു പാളം പോലെയാണ് വെച്ചിരിക്കുന്നത്. ആ പാളത്തിലൂടെ തന്നെ നമ്മൾ ഓടിച്ച് അകത്തോട്ട് കയറ്റുക. അങ്ങനെ അവിടെ നിന്ന് ജങ്കാറിൽ വണ്ടിയെല്ലാം കയറുന്നതും കണ്ട് ഒത്തിരി നേരം നോക്കിയിരുന്നു. ഓരോ വണ്ടിയും എങ്ങനെയാ കയറുന്നത് എന്നുള്ളതൊക്കെ നോക്കി, എങ്ങനെ പാർക്ക് ചെയ്ത് വെക്കുന്നു എന്നുള്ളതൊക്കെ നോക്കി അങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ ഈ ജങ്കാറിൽ വന്ന് കയറിയപ്പോൾ കുറച്ച് ചൂട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. സോ ഇവിടെയാണ് നമ്മുടെ ജങ്കാറിന്റെ മുഴുവൻ കൺട്രോളുകളും ചെയ്യുന്ന ചേട്ടൻ ഇരിക്കുന്നത്. ഓരോന്നിനും ഓരോ ലിവറുകളുണ്ട്. ഒന്ന് കരയിലോട്ട് അടുപ്പിക്കുന്നതിനും അവിടുന്ന് അകന്ന് മാറുന്നതിനും അങ്ങനെ ഓരോ ലിവറുകളുണ്ട്. പിന്നെ ദാ നമ്മൾ ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ പാലമാണ് കേട്ടോ. ഇവിടുത്തെ ഈ മുണ്ട്രോക്കാരുടെ ഒരു സ്വപ്നം തന്നെ ആയിരിക്കാം ഈ പാലം. ഇവിടുന്ന് എളുപ്പമാർഗത്തിൽ അവർക്ക് കൊല്ലത്തോട്ടും അവരുടെ ആവശ്യങ്ങൾക്കായിട്ടാണെങ്കിലും എല്ലാം ഒരു വലിയൊരു യാത്രാ സൗകര്യം തന്നെയായിരിക്കും ആ പാലം വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുക. അകത്ത് നമുക്ക് ഇരിക്കാനായിട്ടൊരു സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ പുറത്തുനിന്നുള്ള ഈ കാഴ്ച കണ്ടിട്ട് അകത്ത് പോയി ഇരിക്കാനായിട്ട് ഒട്ടും തോന്നിയില്ല. അങ്ങനെ ഞാൻ എന്റെ ക്യാമറകളിലെ എല്ലാ കാഴ്ചകളും ഒപ്പിയെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു 1-2 മിനിറ്റത്തെ ഒരു ദൈർഘ്യം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതെല്ലാം യാത്ര ചെയ്ത് നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇതോ ഇപ്പുറത്തും ആളുകൾ ഒത്തിരി പേര് കാത്തു നിൽക്കുവാണ് അക്കരയ്ക്കായി പോകുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ജങ്കാർ യാത്രയും ഡച്ച് പള്ളിയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ വിശപ്പിന്റെ ഒരു വിളി വരാൻ തുടങ്ങി. നേരെ ഒന്നും നോക്കിയില്ല, അവിടെ നിയർ ബൈ ആയിട്ടുള്ള ഒരു കടയിലേക്ക് തന്നെ നമ്മുടെ വൈശാഖ് ബ്രോ നമ്മളെ കൊണ്ടുപോയി. അവിടെ നിന്ന് നല്ല അടിപൊളി ഒരു സിലോപ്പി കറിയും കൂട്ടിയുള്ള ഒരു ആഹാരമൊക്കെ കഴിച്ച് തിരിച്ചു വന്നു. അതിനുശേഷം വൈശാഖ് പറഞ്ഞു ഇവിടെ നമുക്ക് അടുത്തായിട്ട് നടക്കാനായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. എന്റെ ഈ ഇരുവശത്തും കാണുന്നത് കണ്ടൽക്കാടുകൾ തന്നെയാണ്. അപ്പൊ ഈ വഴി ഞാൻ നടക്കാനായിട്ട് ഇറങ്ങിയപ്പോ എന്റെ കൂടെ വന്ന സുഹൃത്ത് അവന് ആഹാരമൊക്കെ കഴിച്ചതിന്റെ ക്ഷീണം കാരണം ഞാൻ അല്പനേരം ഇരിക്കുവാണെന്ന് പറഞ്ഞിട്ട് കഫേയിലേക്ക് തന്നെ പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങിയതാ ആണ്. അപ്പൊ കുറച്ച് ദൂരം അങ്ങ് നടന്നു കഴിഞ്ഞപ്പോ ഇവിടെ താഴത്തോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് ഒരു വഴി പോലെ കിടക്കുന്നുണ്ട്. ചുമ്മാ ഏതായാലും നടക്കല്ലേ, ഇങ്ങോട്ടും കൂടി ഒന്ന് പോയേക്കാം എന്നുള്ള തോന്നി. അങ്ങനെ അതുവഴി മുന്നോട്ട് നടന്ന് നീങ്ങുമ്പോഴത്തേക്ക് അവിടെ ദാ വീണ്ടും കായല് കാണാം. അപ്പൊ ഇത് ഇടത് സൈഡിൽ കാണുന്ന വീടാണെങ്കിൽ ആൾതാമസമൊന്നുമില്ല. മൊത്തം ഇങ്ങനെ പൊളിഞ്ഞ് വീഴാറായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. ആൾതാമസമൊന്നുമില്ല, അങ്ങനെ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ കിടക്കുവാണ്. പക്ഷെ ഈ ഇത് വീടാണോ പള്ളിയാണോ എന്താണെന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇതിന്റെ വാതിക്കൽ ഒരു ഗ്രോട്ടോ പോലെയുണ്ട്. ഒരു മാതാവിന്റെ ഒരു ചെറിയൊരു രൂപമൊക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇത്. മെഴുകുതിരിയൊക്കെ കത്തിക്കാനും പ്രാർത്ഥനയൊക്കെ നടത്തുന്നതാണെന്ന് തോന്നുന്നു. അപ്പോ ഇതിനെപ്പറ്റി എനിക്ക് അത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. അതിനി പള്ളിയായിരുന്നോ വീടായിരുന്നോ എന്തായിരുന്നു എന്നുള്ളതൊന്നും. അതുപോലെ നല്ലൊരു സ്പോട്ടാട്ടോ. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ട് തന്നെയായിരുന്നു. ആ ഒരു കമ്പ് ഇങ്ങനെ വീണ് കിടക്കുന്നത് കൊണ്ടിട്ട് കാണാൻ ഒരു ചെറിയൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നടത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ തിരിച്ചു വന്നപ്പോ ദോ നമ്മുടെ ചെറുക്കൻ
കാറ്റും കൊണ്ട് അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങുക. എന്താ അസുഖം. നല്ല കാറ്റ് തന്നെ അവിടെ നിന്ന് വീശുന്നുണ്ട്. നല്ല തണുത്ത കാറ്റ് തന്നെ വീശുന്നേ. അപ്പൊ അവിടെ അങ്ങ് സുഖമായിട്ട് ഓൻ അവിടെ സ്ഥലം പിടിച്ച് കിടന്നുറക്കമായി. യെസ് ഗായ്സ്, അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ സമയം അങ്ങ് എത്തിയിരിക്കുകയായിരുന്നു കയാക്കിങ്ങിനുള്ള. അതെ, ഒന്നും നോക്കിയില്ല, ജാക്കറ്റും എടുത്ത് വലിച്ചു കയറ്റി ഒരു സിംഗിൾ കയാക്കും എടുത്ത് വെള്ളത്തിലോട്ട് തള്ളിയിട്ട് ചാടി അങ്ങ് കയറി. പിന്നെ അവിടെ കിടന്ന് തുഴഞ്ഞു കിടക്കുകയാണ്. തുഴഞ്ഞ് കണ്ടപ്പോ തന്നെ പൈസ പറഞ്ഞു, ദൂരെ ഒന്നും ഇപ്പളേ പോവല്ലോ, ഞാനും കൂടി വരട്ടെന്ന് കൊണ്ട് നിപ്പുണ്ട്. അപ്പൊ നമ്മൾ ദൂരത്തൊന്നും പോകാതെ വീണ്ടും തിരിച്ചു വളഞ്ഞ് ഈ ഒരു ഏരിയയിൽ തന്നെ ചുമ്മാ ഒന്ന് തുഴഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു. അപ്പൊ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ നമുക്ക് വേണ്ട ഒരു ചെറിയ ക്ലാസ് പോലെയൊക്കെ തന്നു. എങ്ങനെയാണ് കയാക്കിങ് ചെയ്യേണ്ടതെന്നും അതുപോലെ എങ്ങനെ നമുക്കിത് കറക്റ്റ് റൈറ്റിലോട്ട് പോകണമെങ്കിൽ എങ്ങനെ ചെയ്യണം, ലെഫ്റ്റിലോട്ട് പോകണമെങ്കിൽ എങ്ങനെ ചെയ്യണം, അതുപോലെ പെട്ടെന്ന് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലെയും പറ്റി നമുക്കൊരു ധാരണ തന്നിട്ടാണ് നമ്മളെ ഇറക്കിയത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്തു ചാടുകയല്ല ചെയ്തത്. നമുക്ക് അതിന് വേണ്ട ഒരു ക്ലാസ്സും കാര്യങ്ങളെല്ലാം തന്നതിന് ശേഷം കേട്ടോ ഇറക്കി വിട്ടെ. പിന്നെ വെള്ളം കണ്ട സന്തോഷത്തിലും ഈ കയാക്കിങ് കൈ കിട്ടിയതിന്റെ സന്തോഷത്തിലും ഞാൻ എന്തൊക്കെയോ അവിടെ ഇങ്ങനെ തുഴഞ്ഞ് കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വരിക, അത് തന്നെയായിരുന്നു എന്റെ പണി അവിടെ കുറച്ചു നേരമായിട്ട്. അപ്പൊ എന്റെ കൂടെ വന്ന സുഹൃത്ത് കയാക്കിലേക്കൊക്കെ ഇറങ്ങി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇതോ നമ്മുടെ ചെറുക്കനും ഇറങ്ങിയിട്ടുണ്ട്. ഇതോ സിംഗിൾ കയാക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തുഴഞ്ഞ് നീങ്ങുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇനി പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് നമ്മളപ്പുറത്ത് എസ് വളം എന്ന് പറയുമോ അതിന്റെ അവിടെ, അതിലവിടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ അവിടെയാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അവിടെയാണ് ആളുകളെല്ലാരും വരുന്നതും. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആ ഒരു ആർച്ച്, മാംഗ്രൂവ് കൊണ്ടിട്ടുള്ള ഒരു ആർച്ച് ഒക്കെ ഉള്ളതൊക്കെ എല്ലാം അവിടെയാണ്. അപ്പൊ നമ്മള് പയ്യെ തുഴഞ്ഞ് നമുക്ക് ആ ലൊക്കേഷനിലോട്ട് നമ്മളങ്ങനെ നീങ്ങുവാണ്. ചെറിയ വള്ളങ്ങളിലൊക്കെ ആണെങ്കിലും ആളുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അറിയാം ഇനി എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ എന്നുള്ളതെല്ലാം. ഈവനിങ് സമയങ്ങളിലൊക്കെ വളരെ അധികം തന്നെ ഒരു റഷ് ഇവിടെ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് നേരെ നോക്കിയാൽ തന്നെ കാണാം ഒത്തിരി വള്ളങ്ങളുണ്ട്. ആ വള്ളങ്ങളിലെല്ലാം നിറച്ച ആളുകളും അതുപോലെ തന്നെ ഉണ്ട്. അപ്പോ അപ്പൊ നമ്മൾ ഈ പോകുന്ന വഴിയെല്ലാം പറഞ്ഞുതരാൻ നമ്മുടെ കൂടെ തന്നെ ഒരു ഗൈഡ് ഉണ്ട്. അതാണ് നമ്മുടെ വൈശാഖ് ബ്രോ. അപ്പൊ വൈശാഖ് ബ്രോ നമ്മുടെ കൂടെ തന്നെ വന്ന് എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ നമ്മള് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇങ്ങനെ കണ്ടൽക്കാടുകളിൽ നിൽക്കുന്ന ഒരു വഴികളിലൂടെ ഇപ്പൊ നമ്മൾ പോകുന്നത് വളരെ മനോഹരമാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ വന്ന് തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അവിടെ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി വരുന്ന ഓപ്പൺ ആയിട്ടുള്ള ഏരിയകളാണെങ്കിലും ഇപ്പൊ എനിക്ക് എന്റെ പുറകിലാണെങ്കിലും കാണാം ഒത്തിരി വള്ളങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ ആളുകളൊക്കെ ഒത്തിരി ഇവിടെ വരുന്ന ഒരു സ്ഥലമാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാട്ടോ ഇത്. നിങ്ങൾക്ക് ഇപ്പൊ വന്നൊരു കയാക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഈ മൺട്രോ ഐലൻഡ്. നേരെ കാണുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇത് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു മൺതിട്ടയിൽ വന്നിട്ട് ഓടി കളിക്കുകയും വീഡിയോസ് ഒക്കെ എടുക്കുകയൊക്കെ ചെയ്ത, അതായത് മഴയൊക്കെ പെയ്തപ്പോ കൊടയൊക്കെ പിടിച്ചു നിന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് കേട്ടോ ആ കാണുന്നത്. അവിടെ ഇപ്പോ ആളുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുക. അങ്ങോട്ടേക്ക് നമുക്കൊന്ന് കേറാൻ പോലും ഇടമില്ലാത്ത രീതിയിൽ അവിടെ ആളുകളെ കൊണ്ട് നിറഞ്ഞു. അവിടെ ഇപ്പൊ ആളുകളെല്ലാം ഇപ്പൊ നടക്കുന്നവരെല്ലാരും വെള്ളത്തിന് മീതെയാണ് നടക്കുന്നത്. പക്ഷെ നമ്മൾ രാവിലെ വന്നപ്പോ അവിടെ ഒരു തരി വെള്ളം പോലും ഇല്ലാഞ്ഞ സ്ഥലമായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് വൈകിട്ടാകുമ്പോഴത്തേക്ക് അവിടെ വെള്ളം കൊണ്ട് നിറയുന്നത്. നമ്മളിപ്പോ അവിടെ ഇറങ്ങാനായിട്ടൊന്നും നിന്നില്ല. നമ്മൾ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോവുക ചെയ്തത്. അവിടെ ആണെങ്കിലും നിന്ന് തിരിയാനായിട്ടൊരു സ്ഥലം പോലും ഇല്ലാത്ത രീതിയിൽ ആളായിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ മുന്നോട്ടേക്ക് തന്നെ ഞങ്ങള്
എസ് വളവ് എന്ന് പറയുന്ന ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ തുഴഞ്ഞങ്ങ് നീങ്ങുന്നത്. ഇപ്പോൾ കയാക്കിങ്ങിൽ ഇപ്പോൾ മുന്നോട്ട് കുറച്ച് പോകും തോറും കുറച്ച് കാറ്റൊക്കെ ശക്തമായിട്ട് വീശുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ നമുക്ക് പോകേണ്ട ദിശയിലോട്ട് തന്നെ ആയത് കൊണ്ടിട്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ തുഴയാൻ പറ്റി സാധിക്കുന്നുണ്ട്. കുറച്ച് സ്പീഡൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളെല്ലാം ഇട്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന റൂട്ടിൽ ഇപ്പോൾ ചെറിയ കണ്ടൽക്കാടിൻ്റെ സൈഡ് പിടിച്ച് അങ്ങ് പോവുക. ഞാൻ തുഴയുന്നൊന്നുമില്ല, തന്നെത്താനെ അങ്ങ് ആ കാറ്റിന് തന്നെ അങ്ങോട്ട് കൊണ്ടുപോവുക കേട്ടോ. നല്ല രീതിയിലൊരു കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് സുഖമായിട്ടാണ് പോകുന്നത്. ഇതൊക്കെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ഇവിടെ തന്നെ ആ എസ് വളവ് എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് ഇതേപോലെ കൊട്ടവഞ്ചികളും വള്ളങ്ങളും കയാക്കുകളും എല്ലാം ഇത്ര മണിക്കൂർ എന്നുള്ള രീതിയിലുള്ള ചാർജസിൽ നമുക്ക് അവൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡേ പാക്കേജ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അവിടെ വന്നു കഴിഞ്ഞാലാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ കയാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടുന്ന് തന്നെ അന്നത്തെ ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്യാം. അതുപോലെ അവിടെ ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ആണെങ്കിലോ എല്ലാത്തിനും വേണ്ട സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അതുപോലെ ആ പരിസരങ്ങളാണെങ്കിലും എല്ലാം വളരെ നീറ്റായിട്ട് തന്നെ അവരത് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്കാണെങ്കിലും അതുപോലെ തന്നെ അതങ്ങനെ കീപ്പ് ചെയ്യുക. ഈ കാണുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ കൺട്രി ബോട്ടിൽ വന്ന ആ ഒരു അതേ സ്പോട്ട് തന്നെ കേട്ടോ. ആ ഒരു ആർച്ച് പോലെ നിൽക്കുന്ന മാംഗ്രൂവ് ഫോറസ്റ്റിന്റെ അകത്തൂടെയുള്ള ഒരു വഴിയാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് ആളുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ പോകുമ്പോഴും തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോഴൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്താ പോയത്. പക്ഷെ പെട്ടെന്നായിരുന്നു വള്ളങ്ങളെല്ലാം കൊണ്ട് നിറഞ്ഞത്. അത് കണ്ടിട്ട് പിന്നെ ആ പ്ലാൻ അങ്ങ് ഉപേക്ഷിച്ചു. ഒറ്റക്കുള്ളൊരു സോളോ രീതിയിലുള്ളത് ഉപേക്ഷിച്ചു. അങ്ങനെ പിന്നെ നമ്മളും ഇങ്ങനെ തുഴഞ്ഞു വരുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ പോയി വള്ളങ്ങളിലോ മറ്റൊക്കെ പോയി ഒന്ന് പയ്യെ മുട്ടാറൊക്കെ ഉണ്ട്. അതുപോലെ മറ്റ് കയാക്സുകളൊക്കെ ആണെങ്കിലും നമ്മുടെ ഫ്രണ്ടേ പെട്ടെന്ന് വരുമ്പോഴത്തേക്കാണെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്ത് ചില നേരങ്ങളിൽ നിർത്താൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ മുട്ടാറൊക്കെ ഉണ്ട്. അങ്ങനെ താണ്ടടാ തുഴഞ്ഞു നടക്കുമ്പോൾ പെട്ടെന്നൊരു പ്രതീക്ഷിക്കാത്തൊരു മഴ. ഇപ്പൊ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ത്രില്ലായി. പിന്നെ അങ്ങ് ആ മഴയത്ത് മാറി കിടക്കുക, തുഴഞ്ഞ് പയ്യെ നീങ്ങുക. അവിടെ ഒരു വാട്ടിൽ തന്നെ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി. കാറ്റാണെങ്കിൽ എങ്ങോട്ടേലൊക്കെ കൊണ്ടുപോകുള്ളൂ. പിന്നെ കയാക്കുകളുടെ എണ്ണങ്ങളൊക്കെ കൂടി കേട്ടോ. ഇപ്പൊ നേരത്തേലും കൂടുതൽ ഇപ്പൊ കയാക്കുകളൊക്കെ നിറഞ്ഞു. രാവിലെ നമ്മൾ പോയ ആ ബോട്ടിൽ പോയ അതേ റൂട്ട് വഴി തന്നെ തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പയ്യനെ ആ റൂട്ട് വഴി പോവായിരുന്നു. പക്ഷെ ആ റൂട്ടിലാണെങ്കിൽ നിറയെ വള്ളക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുവായിരുന്നു. അപ്പൊ നമ്മൾ ഒരു വള്ളത്തിന്റെ പുറകിലായിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നമ്മുടെ കുറച്ച് ദൂരത്തെ ആ കയാക്കിന് ശേഷം നമ്മുടെ പഴയ സ്ഥലത്തേക്ക് എത്തി. അവിടെ എത്തിയതും വളരെ മനോഹരമായിട്ടുള്ള ഒരു സൂര്യാസ്തമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ സൂര്യാസ്തമയവും ആസ്വദിച്ച് കയാക്കയിൽ അവിടെ മൊത്തം അങ്ങ് തുഴഞ്ഞു നടക്കുകയായിരുന്നു. അപ്പൊ നമ്മള് ഈ കയാക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നത് സീബ്ര കയാക്സിനെയാണ്. അവര് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു അറേഞ്ച്മെന്റ്സും കാര്യങ്ങളെല്ലാം ചെയ്തു. ഇന്നത്തെ ഒരു ദിവസം തന്നെ ഫുള്ള് നമുക്ക്
അവര് അടിപൊളിയാക്കി തന്നെ തന്നു കേട്ടോ. ഒരു കുറവുമില്ലാതെ എല്ലാ കാര്യങ്ങളും അവര് പക്കയാക്കി തന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ കയാക്കിങ് കാര്യങ്ങൾക്കായിട്ട് മൺട്രോ ഐലൻഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സീബ്ര കയാക്സിനെ കോൺടാക്ട് ചെയ്യുക. അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സ് ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. അങ്ങനെ കയാക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു കയറിയപ്പോൾ നമുക്കുള്ള ചായയും അതുപോലെ ലൈറ്റായിട്ട് കഴിക്കാനായിട്ടുള്ള ഒരു ആഹാരമൊക്കെ തയ്യാറാക്കി തന്നു നമ്മുടെ വൈശാഖ് ബ്രോ. അങ്ങനെ കഫേയുടെ മുന്നിലെ ആ ഒരു സൺസെറ്റും അതെല്ലാം ആസ്വദിച്ചു. നമ്മുടെ ഈ നേരെ ഫ്രണ്ടിലാണെങ്കിൽ അങ്ങനെ വലിയ ക്രൗഡൊന്നും അല്ല കേട്ടോ. അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ക്രൗഡൊന്നും അത്ര വേണമെന്നില്ലാത്തൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സീബ്ര കയാക്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയായിരിക്കും കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ആ ഒരു ഏരിയ പോലെയല്ല ഇവിടെ, തികച്ചും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ആസ്വദിച്ച് അങ്ങനെ ആ ഒരു ഡേ ഫുള്ള് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ മൺട്രോയിൽ ഒരു ബായ് എല്ലാം പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്രയാവുകയാണ്.